ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നാഷണൽ ക്രഷ് രശ്മിയ ചേച്ചിയുടെ ഒരു തുലിഞ്ഞ പടത്തിനെ പറ്റിയിട്ടാണ്. ദി ഗേൾ ഫ്രണ്ട്. മലയാളത്തിലെ ഹൃദയത്തിനെ പോലെയാണ് എടുക്കാൻ നോക്കിയതെങ്കിലും പടം ഒരു വൻ അപരാധമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പടം തുടങ്ങുന്നത് നമ്മുടെ നാഷണൽ ക്രഷിനെ കാണിച്ചുകൊണ്ടാണ്. രശ്മിക്ക് ഏതോ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയ അങ്ങനെ അവളുടെ ലഗേജ് എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി വന്നപ്പോൾ ഒരു പെണ്ണ് വന്ന് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ച് കമ്പനിയാവും. അങ്ങനെ വല്ലതും കഴിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയതും ആ കമ്പനിയായ പെണ്ണ് ഒരു അച്ചാർ വെച്ചോണ്ടിരിക്കുന്നു. നല്ല മണമുണ്ടല്ലേ, നല്ല ഫ്രഷ് അച്ചാറാ. അപ്പോഴാണ് നമ്മുടെ ചേച്ചിക്ക് സൈഡായിട്ട് അച്ചാർ വേണമെന്ന് പറഞ്ഞ് ആ കുപ്പി അങ്ങ് വാങ്ങി. അങ്ങനെ ആ അച്ചാർ കൈമാറി കൊടുക്കുക, അത് കാലിയാവും. അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത് അത് അവളുടെ അല്ലെന്ന്. അയ്യോ, അത് എന്റെ അച്ചാറല്ലായിരുന്നു. അയ്യോ, നല്ല മണം വന്നോണ്ട് ഞാൻ വേറെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. അങ്ങനെ നമ്മുടെ ഗാന്ധിജിക്ക് ഉണ്ടായ ഈ രണ്ട് പെണ്ണുങ്ങളും ചേർന്ന് എടുത്ത അച്ചാർ തിരിച്ച് ഓണറിന് കൊടുത്തു. അരെ വാ, ഗാന്ധിജിക്ക് ഉണ്ടായ പിള്ളേര് തന്നെ. അപ്പോൾ അവൻ ഇവരുടെ അടുത്ത് കമ്പനിയാവാൻ വേണ്ടി പറയും. നമുക്ക് 3 പേർക്കും ഷെയർ ചെയ്യാം. ഇവർക്ക് എന്തിടാ അച്ചാറില്ലാതെ ചോറിറങ്ങില്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ റാഗിങ് നടക്കുന്നത്. അപ്പോഴാണ് പടത്തിലെ മെയിൻ ആറ്റിറ്റ്യൂഡ് നായകൻ വരുന്നത്. ഇവൻ വന്നൊരു ഡാൻസ് കളിച്ച് അവിടെ നിന്ന് എല്ലാവരും ഇംപ്രസ് ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ടു നിന്ന ഏതൊരു സ്റ്റൈലിഷ് ക്നാപ്പിക്ക് ഇവനോട് ക്രഷ് അടിക്കും. അങ്ങനെ അന്ന് തന്നെ ആ ക്നാപ്പി വന്ന് ഇവനോട് പറയും, ഇന്നലെ നിന്റെ ഡാൻസ് കണ്ടിരുന്നു, ഇത് കേട്ടപ്പോൾ ഇവന് കുറച്ചും കൂടി ആറ്റിറ്റ്യൂഡ് കൂടും. രാത്രി ആയപ്പോൾ ഇവന്മാരെല്ലാരും കൂടി കറങ്ങാൻ റോഡിലേക്ക് ഇറങ്ങിയത്. ആ കിടക്കുന്ന രശ്മിയും കൂട്ടുകാരി ആക്സിഡന്റ് റോഡ്. അങ്ങനെ ഇത് കണ്ട ഇവൻ നേരെ ചെന്ന് ആ ഡ്രൈവറിന്റെ അടുത്ത് തുടക്കും. റോങ് സൈഡിൽ വന്നതേ ഇവർ രണ്ടുപേരുടെ പൊട്ട ആ വണ്ടി കിടക്കണം നോക്കടാ. ഇവരെ രണ്ടുപേരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി നമ്മുടെ നായകൻ ആ ഡ്രൈവറിനെ പിടിച്ച് വെറുതെ ഇടിക്കും. പക്ഷെ ഇവനറിയില്ലായിരുന്നു അത് പോലീസായിരുന്നു. എന്തിന് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ടാണ് അവൻ പോയത്. ഇവിടെ അടുത്ത രാമലിംഗിയ കോളേജ്, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ അടുത്ത ദിവസം പോലീസ് ഇവന്മാരെ തൂക്കിക്കൊണ്ടുപോയി നല്ല പടപടച്ചു. അങ്ങനെ ഇതറിഞ്ഞ നമ്മുടെ ചേച്ചി നേരെ ഇവനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരും. അപ്പോഴേക്കും ഇവൻ ഇവളോട് ക്രഷ് അടി. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് ഇവൻ അവൾ അറിയാതെ അവളുടെ റൂമിൽ കയറാൻ തുടങ്ങും. നാണം കെട്ടവൻ. അങ്ങനെ അവളുടെ റൂമിൽ ഏതോ ഒരു ബുക്കിന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അവൻ നൈസിലെ ലൈബ്രറിയിൽ നിന്ന് അത് പൊക്കും. അങ്ങനെ അടുത്ത ദിവസം ആ ബുക്ക് ചോദിക്കാൻ വേണ്ടി ഇവൾ ഇവന്റെ അടുത്ത് വരും. ചേച്ചി ആ വേറെ ആരുടെയും കയ്യിൽ ആ ബുക്കിന്റെ കോപ്പി പോലും ഇല്ലായിരുന്നു. ആ ബുക്കിൽ പിടിച്ച് അവൻ കയറി തുടങ്ങും. പതിയെ അവർ രണ്ടുപേരും അടുത്ത് തുടങ്ങി. പക്ഷേ ഇവളൊരു പഠിപ്പിസ്റ്റാണ്, ഇവനാണെങ്കിൽ വെറും ഒരു ഈഗോയിസ്റ്റ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവൻ അവളെ വിളിച്ച് പറയും, ഒരു സിനിമ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്, റൂമിൽ വന്നാൽ ഒരുമിച്ച് കാണാൻ. പിന്നെ എന്തിനാണ് ടെലിഗ്രാം വെച്ചിരിക്കുന്നത്? ഒരു ലിങ്ക് അങ്ങ് അയച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവൾക്ക് ഡൗൺലോഡ് ആക്കി കണ്ടാ പോരെ. എന്ത് പറയാ വിവരമില്ലാത്ത ഈ മൊണ്ണകളെ പിടിച്ച് ഡാറ്റ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ പടം കണ്ട് തീരുന്നത് ഇവൻ ഇവളായിട്ട് ഒരു കിസ് അടി. അങ്ങനെ അടുത്ത ദിവസം അത് കോളേജ് ഫുൾ പാട്ടാണ്. അത് ആര് പാട്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം ആറ്റിറ്റ്യൂഡ് നായകൻ തന്നെയാണ്. നാണമില്ലാത്തവൻ. ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കോളേജിലുള്ള എല്ലാ വാണങ്ങളും. അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുവാണ്, ഇവൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടി ഇത്രയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ. ഇതൊക്കെ കേട്ടപ്പോൾ ഇവൾക്ക് വല്ലാത്തൊരു സന്തോഷം വരും. ഇതറിഞ്ഞ മറ്റേ സ്റ്റൈലിഷ് നാപ്പി വന്ന് ഇവന്റെ അടുത്ത് പറയും, നിങ്ങൾ തമ്മിൽ ഉടനെ ബ്രേക്കപ്പ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത 1/2 മണിക്കൂർ ഇവർ രണ്ടുപേരും ഓഞ്ഞ റൊമാൻസ് കാണിച്ച് നമ്മളെ അങ്ങ് വെറുപ്പിക്കും. നായകൻ എന്ന് വെച്ചാൽ അമ്മാതിരി കെയറിംഗ് ആണ്, ഒരു കെയറിംഗ് ഏട്ടായാണ്. അങ്ങനെ ഒരു ദിവസം ഇവളും വേറൊരു മൊണ്ണയും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടത് നമ്മുടെ ഈഗോയിസ് നായകൻ നേരെ അവന്റെ റൂമിൽ കയറി അവനെ അങ്ങ് വെറുതെ അടിക്കും. എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചാൽ അവളുടെ കൂടെ നിന്നതിന്. അങ്ങനെ ഇതറിഞ്ഞ ഇവള് അവനെ അവോയ്ഡ് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഹീറോ വന്ന് ഇവളുടെ കാല് പിടിച്ച് മാപ്പ് പറയും. ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയെന്ന് വിചാരിച്ച് മറ്റേ സ്റ്റൈലിഷ് ക്നാപ്പി ഒന്ന് ഇവനെ കെട്ടിപ്പിടിക്കും. നിനക്ക് ബാക്കി ഗ്യാസിനെ കെട്ടിപ്പിടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അവൾ ഒരു പയ്യന്റെ കൂടെ നിന്നപ്പോൾ നിനക്ക് കഴപ്പല്ലടാ, ആറ്റിറ്റ്യൂഡ് വാണമേ. അങ്ങനെ ഇവളൊരു ഇംഗ്ലീഷ് നാടകത്തിന് പേര് കൊടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൈസിൽ ആ സ്റ്റൈലിഷ് ക്നാപ്പിയായിട്ട് അടുപ്പം. അങ്ങനെ അവള് രശ്മിക്ക് ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്ത് നാടകത്തിൽ ജയിപ്പിക്കും. പക്ഷെ ഈ വേട്ടവളിന് അതൊന്നും ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ഇവർ രണ്ടുപേരും അവനോട് പറയാതെ കറങ്ങാൻ പോകും. അപ്പോൾ അവിടെ വെച്ച് ക്നാപ്പി പറയും, ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത ആ ദിവസം തൊട്ട് വിക്രമനെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ഇവള് ഡിപ്രഷനിലേക്ക് പോകും. ആ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി അവളെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകും, അമ്മയെ കാണിക്കാൻ വേണ്ടി. എന്നാലോ അവിടെ പോയ അതിനെക്കാട്ടി ഡിപ്രഷൻ അടിച്ച് മരി. അങ്ങനെ ഇതൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സോ നൈസിലെ വലിയ ട്രൈ ചെയ്തു തുടങ്ങി. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? ചെറുതെന്ന് പറഞ്ഞ ചെറിയ ബ്രേക്ക് അല്ല, ഒരു ഗ്യാപ്പ് പോലെ. ഇത് കേട്ടിട്ട് പോലും ആ മൊണ്ണ അവളെ വിട്ടു പോകണില്ല, ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി. അങ്ങനെ അടുത്ത ദിവസം ഇവളെ അച്ഛൻ രാവിലെ വന്ന് സർപ്രൈസ് കൊടുക്കും. പക്ഷേ അച്ഛനായിരുന്നു ആ സർപ്രൈസ് കിട്ടിയത്. അവളെ റൂം തുറന്നത് ഐശ്വര്യത്തോടെ ഉറങ്ങി എണീച്ച് വന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോയി. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ അടിയാ. അപ്പോഴേക്കും ഇവളുടെ തന്ത നേരെ ഓഫീസിൽ പോയി TC ചോദിക്കും. ബട്ട് TC പോയിട്ട് ഒരു പൂച്ചാണ്ടി പോലും കിട്ടില്ല. അങ്ങനെ TC കിട്ടാത്തതുകൊണ്ട് അവളുടെ അച്ഛൻ ഏപ്രിൽ ഫൂളായി തിരിച്ചു പോകും. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഹീറോ പോയി കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് ഇവളുടെ അടുത്ത് വന്ന് പറയും, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അമ്മയോട് സംസാരിച്ചു, അമ്പലത്തിൽ പോയി പൂജാരിയും കണ്ട് സംസാരിച്ചു, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ. നാളാണെങ്കിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്, നമുക്ക് കല്യാണം കഴിക്കാം.
ഡേഡേ എന്തൊക്കെയാടാ വിളിച്ചു പറയണേ. അങ്ങനെ കല്യാണം എന്നൊക്കെ കേട്ടപ്പോൾ അവൾ നൈസ്ലി ബ്രേക്കപ്പ് എന്ന് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ 4 വർഷം സിൻസിയർ ആയിട്ട് നോക്കി നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബോയ്ക്ക് പ്രാന്ത. അതുകൊണ്ട് അവളെ വെറുപ്പിക്കാൻ വേണ്ടി ഒരു വെടിക്കെട്ട് പോസ്റ്റർ അവളുടെ റൂമിന്റെ ഡോറിൽ തന്നെ ഒട്ടി. ഇതൊക്കെ കണ്ട് ഇവൾക്കും പ്രാന്തായി നേരെ സ്റ്റേജിൽ കയറി എല്ലായിടത്തും വിളിച്ചു പറയും, ഞാൻ അവനെ കിസ് ചെയ്തിട്ടുണ്ട്, 1000 തവണ കിസ് ചെയ്തിട്ടുണ്ട്, അവന്റെ കൂടെ കിടന്നിട്ടുണ്ട് പല തവണ. അതിനുശേഷം ഞാൻ അവനുമായിട്ട് ബ്രേക്കപ്പ് ആയി. ഇതോടെ പടം തീർന്നു. ദിസ് ഫിലിം ഓൺലി മെയ്ഡ് ഫോർ വുമൻസ്.